ഇംഗ്ലണ്ടുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ തടഞ്ഞതിന് ചോദ്യം ചെയ്ത് പലരും എത്തിയിട്ടുണ്ടായിരുന്നു. പലർക്കും ഇത് ചോദ്യം ചെയ്യാനുള്ള മനസ്സ് തോന്നി എന്നതാണ് ഏറ്റവും വലിയ സത്യം. ആ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എത്തിയിരിക്കുന്നതും നമ്മുടെ ഇന്ത്യൻ താരങ്ങളല്ല, മുൻ ഇന്ത്യൻ താരങ്ങളുമല്ല. പകരം സൗത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസമായ AB ഡിവില്ലിയേഴ്സ് ആണ്. KL രാഹുലിനെയും ഇഷാൻ കിഷനെയും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഉൾപ്പെടുത്തിയാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിനെ തിരഞ്ഞെടുത്തത്. ജൂലൈ 14 മുതൽ 19 ശുഭ്മൻ ഗില്ലിന് കീഴിൽ ഇംഗ്ലണ്ടുമായി 3 ഏകദിനത്തിൽ ഇന്ത്യ കൊമ്പുകോർത്തത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിന് തയ്യാറെടുപ്പ് കൂടിയാണ് പരമ്പരയെ ഇന്ത്യ കാണുന്നത്. അതിനാൽ തന്നെ ഏറ്റവും മികച്ച സ്ക്വാഡുമായി ഇംഗ്ലീഷ് ചാലഞ്ചിന് ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ ഏകദിന ടീമിൽ സ്ഥാനമർഹിച്ചയാൾ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് ചൂണ്ടിക്കാട്ടി AB ഡിവില്ലിയേഴ്സ് എത്തുന്നു. നിലവിൽ സ്ക്വാഡിലുള്ള 2 പേരെയും പ്രശംസിക്കാൻ മറന്നതുമില്ല. ഋഷഭ് പന്തിനെ ഏകദിന പ്ലാനുകളിൽ നിന്നും മാറ്റി നിർത്തിയാൽ ABDക്ക് വലിയ ആശ്ചര്യമില്ലെന്ന് എടുത്തു പറയേണ്ടതാണ്. ഇഷാൻ കിഷനും KL രാഹുലും 2 ടോപ്പ് വിക്കറ്റ് കീപ്പർമാർ തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം എന്നത് ഋഷഭ് പന്തും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സാംസൺ ടീമിനെ തുടർന്ന് വളരെ ക്ലോസ് ആയിരിക്കാം, പന്തിനേക്കാൾ ക്ലോസ് ആയിരിക്കാം. ഇതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതാണ് പലരും നിരീക്ഷിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ പല നിരീക്ഷണങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടീമിനെ നിരീക്ഷിക്കാൻ ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല, മുൻനിര പല താരങ്ങളും അതുപോലെ പഴയ താരങ്ങളും പല രാജ്യങ്ങൾക്ക് കളിക്കുന്നവരും ഉണ്ട് എന്ന് പറയാം. കാരണം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു IPL ആയിരുന്നു കഴിഞ്ഞ തവണത്തേത്. മാത്രമല്ല അതിനു മുൻപ് ഫോമിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഏകദിന സ്ക്വാഡിനെ സംബന്ധിച്ച് ഒരുപാട് സർപ്രൈസുകളൊന്നുമില്ല. പക്ഷേ സാംസണിൻ്റെ കാര്യത്തിൽ മാത്രം വിഷമമുണ്ട്. അദ്ദേഹം ടീമിന് വളരെ ക്ലോസ് ആയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഇതായിരുന്നു AB ഡിവില്ലിയേഴ്സിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇന്ത്യൻ T20 ടീമിൽ ഓപ്പണറും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള സ്ഥാനം ഭദ്രമാക്കിയെങ്കിലും ഏകദിനത്തിൽ സഞ്ജു സാംസൺ നിരന്തരം അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ ഫോർമാറ്റിൽ ഗംഭീര റെക്കോർഡുണ്ടായിട്ടും അദ്ദേഹം തഴയപ്പെടുകയാണെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ടീമിനായി കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം സഞ്ജു പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 2023 ഡിസംബറിന് ശേഷം അദ്ദേഹം ഒരു ഏകദിനത്തിൽ പോലും കളിച്ചിട്ടില്ല. ബോളണ്ട് പാർക്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് സഞ്ജു അവസാനമായി ഏകദിനത്തിൽ കളിച്ചത്. ഇന്ത്യ ജയിച്ച മത്സരത്തിൽ അദ്ദേഹം മാച്ച് വിന്നിംഗ് സെഞ്ചുറിയും കുറിച്ചിരുന്നു. പ്ലെയർ ഓഫ് ദി മാച്ചും സഞ്ജു ആയിരുന്നു. 3 മത്സരങ്ങളുടെ ഈ പരമ്പരയ്ക്ക് പുറകെ പുറത്താക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ഒരിക്കലും ടീമിലേക്ക് വിളിച്ചിട്ടുമില്ല. ഏകദിനത്തിൽ 16 മത്സരങ്ങളിലായി 14 ഇന്നിംഗ്സുകളിലാണ് സഞ്ജു ഇതിനോടകം ബാറ്റ് ചെയ്തത്.